ഹലോ ഫ്രണ്ട്സ്, എല്ലാവരുടെയും ലൈഫിൽ ഒരു പ്രധാനപ്പെട്ട ലൈഫ് ചേഞ്ച് ഉണ്ടാവും അല്ലേ? അതെ, എൻ്റെ ലൈഫിലെ പ്രധാനപ്പെട്ട ആ സംഭവമാണ് ഈ യാത്ര. ഞാനിപ്പോൾ ഉള്ളത് ഇന്ത്യയിലെ ഏറ്റവും മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡിലെ ഷാങ്ക്രി വില്ലേജിലാണ്. എൻ്റെ യാത്ര തുടങ്ങിയത് കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി എന്ന സ്ഥലത്തു നിന്നാണ്. കേരള ടു നേപ്പാൾ യാത്രയിലെ ഒരു ചെറിയ ഭാഗം മാത്രമാണിത്. രാവിലെ എഴുന്നേറ്റപ്പോൾ മുറിക്ക് പുറത്തുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. രാവിലെ എഴുന്നേറ്റു, മുഖത്ത് കഴുകി കുറച്ച് നേരം പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നിൽക്കുന്ന സമയത്താണ് അടുത്ത ബായ് വിളിച്ചത് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. ആ സമയത്താണ് നല്ല സൂര്യൻ ഉദിച്ചു വരുന്നത് കണ്ടത്. അതിമനോഹര കാഴ്ചയാണിത്. ഫുൾ പൈൻ കാടുകളും. ഇത് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴുള്ള കാഴ്ചയാണ്. ഈ ചെറിയ കാണുന്ന വീട്, അത് ചെറിയ ബിൽഡിംഗ് ഒക്കെ വീടുകളാണ് കേട്ടോ. ഒരു മുറി 2 മുറിയുള്ള ചെറിയ വീടുകളാണ്, അവിടുത്തെ ആൾക്കാർ താമസിക്കുന്ന വീടുകളാണ്. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് റെഡിയായി. ഇപ്പോൾ ട്രെക്കിങ്ങിനേക്ക് പോണ്ടിച്ചിന് റെഡിയാണ് ഇവിടുന്ന്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഈ യാത്രയിൽ നമ്മൾ 4 പേരാണ്. 4 പേരിൽ അതിൽ എന്നെയും കൂടിയാണ് 4 പേര്. അത് കൂടാണ്ട് ഒരു ഗൈഡും കൂടിയുണ്ട്. ടോട്ടൽ 5 പേര്. നമ്മളിങ്ങനെ ഷാങ്ക്രി വില്ലേജിൻ്റെ മെയിൻ ഗേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ റിസോർട്ടിൽ നിന്ന് കുറച്ച് പോകാനുണ്ട് അവിടെ ദൂരത്തേക്ക്. അവിടെയുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതിമനോഹരമായ കാഴ്ചയാണ് ഇത് കാണാൻ. ഇതിന് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ച് ചെറിയ വീടുകളും ഒറ്റപ്പെട്ട വീടുകൾ. ഒരു താഴ്വാരത്തിൽ ബസ് ഉണ്ടാവും, ബസ് കുറവാണ്. അതുപോലെ ഇപ്പോൾ കണ്ട കുട്ടികളൊക്കെ കണ്ടില്ലേ, അവർക്ക് സ്കൂളിലേക്ക് പോകാനാണ് പറഞ്ഞത്. ഇവിടുന്ന് ഇതിൻ്റെ ഉള്ളിൽ വില്ലേജിൽ ചെറിയൊരു സ്കൂളൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികളിങ്ങനെ പോകേണ്ടിയിട്ട് അവിടെ ബസ്സൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ തന്നെ വണ്ടിയൊക്കെ കൈ കാട്ടിയിട്ട് അവർ പോവുക. പക്ഷെ അതൊക്കെ ഭയങ്കര വിഷമമായി പോയി അവരെ നമ്മൾ കൂട്ടായിട്ട്. ഇപ്പോൾ ഒരു ചെറിയൊരു വില്ലേജ് പോലെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മളിപ്പോൾ നമുക്ക് വാങ്ങിക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. ടോർച്ച് ലൈറ്റ്, അതുപോലെ തന്നെ ജാക്കറ്റ്, വണ്ടിക്ക് ജാക്കറ്റ്, ഗ്ലൗസ്, ഷൂസ്, ഇതൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങിക്കേണ്ടത്. ഷാങ്ക്രി വില്ലേജിലെത്തി മോർണിംഗിൽ. ഇപ്പോൾ അറൗണ്ട് 9 o'clock ആയിട്ടുണ്ട്. വീടെടുക്കുന്നത് 29th ഒരു 4 days 5 days ഇൻ്റർനെറ്റ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. സോ ട്രക്കിംഗ് ടോട്ടൽ 4 പേരാണുള്ളത്. ഒരു മലയാളിയും ഒരു ബീഹാരി, പിന്നെ ഒരു 2 ആൾ ഡെറാഡൂണിലാണ്. ഈ ഷാങ്ക്രി വില്ലേജിലെ മെയിനായിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ. ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ട് ഇവിടെ നിന്നാണ് അവർ ജാക്കറ്റും ഷൂസും ട്രക്കിങ്ങിന് വേണ്ട സ്റ്റിക്കും ബാഗും എല്ലാം ഇവിടെ നിന്നാണ് വാങ്ങിക്കാറ്. നിങ്ങൾക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ കേദാർനാഥ് ട്രക്കിങ്ങിൻ്റെ കിലോമീറ്റർ എത്രയുണ്ടെന്നുള്ളതൊക്കെ ഉള്ള ബോർഡ് കാണാൻ പറ്റും. ഇവിടെ ബസ്സൊന്നും ഉണ്ടാവില്ല, ഇതുപോലത്തെ ജീപ്പാണ് ഉണ്ടാവുക. ഈ തൂങ്ങിപ്പിടിച്ച് നിൽക്കുന്നതാണ് നമ്മളെ നേരത്തെ നിന്ന് റിസോർട്ടിൻ്റെ മുതലാളി. ഈ പൈൻകാടുകളുടെ ഉള്ളിലേക്ക് കൂടി ഇങ്ങനെ കയറി പോകണം. ഇതാണിപ്പോൾ ഫോറസ്റ്റിലേക്കുള്ള എൻട്രി ആണത്. വെൽക്കം ബോർഡ് കഴിഞ്ഞിരിക്കുന്നു. ഫോറസ്റ്റിലേക്ക് കയറി ഈ തൂങ്ങിപ്പിടിച്ചിരിക്കുന്ന ആളാണ് നമ്മുടെ റിസോർട്ടിൻ്റെ മുതലാളി. ഇതാണ് നമ്മുടെ ഗൈഡ്. ഇതിൻ്റെ ഉള്ളിലും കുറേ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ വീടും റിസോർട്ടും ചെറിയ ഷോപ്പും ഇതുപോലെ തന്നെ ജാക്കറ്റും ഷൂസൊക്കെ വിൽക്കുന്ന ഒരുപാട് കടകളുണ്ട് ഇവിടെ. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊക്കെ. ഇവിടം വരെ നമുക്ക് ഇനി പോകാൻ പറ്റും. ഇതാണ് ലാസ്റ്റ് പോയിന്റ്. ഇവിടം വരെ നമുക്ക് വണ്ടി പോകാൻ പറ്റും. ഇത് കഴിഞ്ഞാൽ നമ്മൾ നടന്നിട്ട് പോകണം. ഈ കാണുന്ന മലയിൽ നമ്മൾ കയറി പോകേണ്ടതാണ്. ഒടുവിൽ ജീപ്പിൽ നിന്ന് അങ്ങനെ ഇറങ്ങി ഇനിയുള്ള യാത്ര ഫുൾ കാൽനട യാത്രയാണ്. ഈ പുറകിൽ വയ്ക്കുന്ന ആൾക്കാരാണ് എൻ്റെ കൂടെ വരുന്നത്. ഇതാണ് നമുക്ക് വേണ്ടിയുള്ള ടെൻറ്റുകളാണത്. ടെൻറ്റും സ്ലീപ്പിംഗ് ബാഗും പിന്നെ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് ആ കാണുന്നത്. അങ്ങനെ യാത്ര തുടങ്ങാൻ പോവുകയാണ്. അങ്ങനെ ഞാനും എൻ്റെ സഹയാത്രികളും കൂടിയിട്ട്
കേദർകന്ദ ട്രക്കിംഗ് ഇതാ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ നടന്ന് പോകണം. ഞാനെ കൂടാണ്ട് 3 പേരും, നമ്മുടെ ഗൈഡും പിന്നെ ഒരു പട്ടിയുണ്ട് കൂടെ. ഒരു 4 കിലോമീറ്റേഴ്സ് നടക്കണം. ഈ ഒരു വ്യൂ പോയിന്റ് ഇല്ലേ, എൻ്റെ അമ്മോ ഒന്നും പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 500 മീറ്റർ ആയിട്ടുണ്ടാവും. അപ്പോഴേക്കുള്ള വ്യൂ പോയിൻ്റാണ് ഇത്, പൈൻമരങ്ങളുടെ കാട്. നമ്മളോട് താഴ്ന്ന് കൂടിയതാ ഇവ ഇങ്ങനെ വന്നുകൊടുക്കുക. ജാക്കറ്റെല്ലാം കഴിച്ച് ബാഗിൽ വെച്ച് വലിയ തണുപ്പൊന്നുമില്ല, ഹെവി ഫീൽ ചെയ്യുന്നുണ്ട്. ഈ കേദർകന്ദ ട്രക്കിങ്ങിന് പോകുന്നത് ഓരോ ടീമിൻ്റെ കൂടെയും ഓരോ നായ ഉണ്ടാവും, പട്ടി ഉണ്ടാവും. ഇത് നമ്മൾ സെറ്റ് ചെയ്യുന്നതല്ല, നമ്മൾ നടന്നു പോകുമ്പോൾ തന്നെ നമ്മൾ കൂടെ അങ്ങ് വരും. പോയിട്ട് തിരിച്ചു വരുമ്പോൾ അതും കൂടെ തിരിച്ചു വരും. എന്നിട്ട് അടുത്ത ടീമിനോട് തിരിച്ചത് വീണ്ടും പോകും. അങ്ങനെ ലൈഫാണ് ഇതിൻ്റെത്. നമ്മളെന്താ കൊടുക്കുന്നത് അത് കഴിക്കും. ആ കിട്ടുന്നതെല്ലാം കഴിച്ചിട്ട് നമ്മൾ കൂടെ തന്നെ ഉണ്ടാവും ഫുൾ ടൈം. ഒറ്റയടിക്ക് ഓടിക്കയറാൻ പറ്റുന്നൊരു സ്ഥലമല്ല ഇത്. ഇത് കാണുന്ന പോലെ അത്ര ഈസിയും അല്ല. മെല്ലെ കയറാൻ പറ്റും. പെട്ടെന്ന് തളർന്നു പോകും. അവിടെ കുറച്ച് നടക്കും, കുറച്ച് റെസ്റ്റ് ചെയ്ത് അങ്ങനെ മെല്ലെ നടക്കാൻ പറ്റും. എൻ്റെ കൂടെയുള്ളവർക്ക് ബാക്കിലുള്ള ഞാനിങ്ങനെ നടന്ന് പോയി, എൻ്റെ കൂടെയുള്ളവർ എനിക്കിങ്ങനെ വീഡിയോ എടുത്തിട്ട് എൻ്റെ കൂടെ തന്നെ നടന്ന് വരും. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്ന ദൂരെ ഒരു ഷെൽട്ടർ പോലത്തെ മരം കൊണ്ടുണ്ടാക്കിയത്. ഇതൊക്കെ ഇവിടെ ചായ കൊടുക്കുന്ന സ്ഥലമാണ്. ചായയും അതുപോലെ തന്നെ മാഗി, നൂഡിൽസും കാര്യങ്ങളൊക്കെ വെക്കുന്ന ചെറിയ ഷോപ്പ് ഉണ്ടാവും, ചെറിയ കടകൾ. അവിടെ നിന്ന് നമുക്ക് ചായ കുടിക്കാം. ഇപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്ത് അത് ഓൾറെഡി നശിച്ചു പോയിനത്. ഇപ്പോൾ നല്ലൊരു സ്ഥലത്തെത്തിയുണ്ട്. 3 പേര് താഴെ തന്നെയാണ് ഉള്ളത്, ഒരാൾ മാത്രം മുകളിൽ എത്തിയിട്ടുള്ളൂ എൻ്റെ കൂടെ. ബാക്കി സൈഡായി സ്റ്റാർട്ട് ചെയ്യിച്ചുള്ളൂ, അപ്പോഴേക്ക് സൈഡായി പോയി അവർ. എൻ്റെ കൂടെയുള്ള 2 പേര് താഴെയുള്ളത്, അവർക്ക് നടക്കാൻ പറ്റുന്നില്ല. ജസ്റ്റ് തുടങ്ങിയിട്ടൊരു 3/4 മണിക്കൂറുകളിൽ നമ്മൾ നടന്നിട്ടില്ല. അപ്പോഴേക്ക് അവരൊക്കെ സൈഡായി. ഗുഡ് ബോയ്. ഈ പുറകുന്ന് വരുന്നതാണ് നമ്മൾ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്ന ഫുഡും നമ്മൾ സ്ലീപ്പിംഗ് ബാഗും നമ്മൾ ടെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ പുറത്ത് കയറ്റി കൊണ്ടുവന്നത്. എൻ്റെ കൂടെയുള്ള ഞാൻ പറഞ്ഞില്ല, ഒരാൾക്ക് നടക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അവൻ ലാസ്റ്റ് തീരെ പറ്റാത്തതുകൊണ്ട് അവനെ കുതിരയിൽ കയറ്റി വിടുന്നതാണ്. അപ്പോൾ അവിടെ ഫസ്റ്റത്തെ ഒരു ക്യാമ്പ് എത്തുന്നവരെ കുറച്ച് ടാസ്ക്കാണ്. പെട്ടെന്ന് നടന്നാൽ പറ്റില്ല. പാറയിലേക്ക് കൂടി ചവിട്ടി കയറി നടന്നു പോകാൻ ചില അത്ര ഈസിയുള്ള കാര്യമല്ല. അവനാണ് ക്ഷീണിച്ചു പോയി. അങ്ങനെ അവനെ കുതിര പുറത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ നമ്മളൊരു ടീ പോയിൻ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് ആൾക്കാരെ പരിചയപ്പെടുത്തി തരാം. ഇതാണ് ഇർഷാദ് ബ്രോ. ഇവരൊക്കെ കണ്ടുമുട്ടിയ കഥ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഞാനുള്ള പരിചയപ്പെടുത്തി തരാം. ഇതാണ് പ്രേം ബായ്. പ്രേം ആൻഡ് ആദിത്യ. അത് ആദിത്യ, പ്രേം. ഇതാണ് ജീവൻ ബ്രോ. ഇവരെ ഞാൻ കിട്ടിയ കഥ ഞാൻ പറയാം. ഇവരെ കിട്ടിയത് ഞങ്ങൾക്ക് ഡെറാഡൂൺ എന്നാണ്. ഡെറാഡൂണിൽ നിന്ന് ഷാങ്ക്രി വില്ലേജിലേക്ക് പോകേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ചാണ് വണ്ടിയിൽ ഒരുമിച്ച് വന്നത്. അങ്ങനെ അവിടെ നിന്ന് കിട്ടിയ ഫ്രണ്ട്സാണ് ഇവരൊക്കെ. ലോക്കൽ ഡ്രിങ്ക് ഹണിയൊക്കെ ആയിട്ട്, ടീ അല്ല, വേറെന്തൊരു ലോക്കൽ ഡ്രിങ്കാണ്. അത് ടേസ്റ്റ് ഉണ്ട്. ഹണിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളത് അത് എനർജി ഡ്രിങ്കാന്ന് പറഞ്ഞത്. ഇപ്പോൾ ടീമെല്ലാം മിക്സ്ഡായിട്ടുള്ള എൻ്റെ പഴയ ടീമും ഈ ഇപ്പോഴത്തെ ടീമായിട്ടുള്ള മിക്സ്ഡായി നല്ലുണ്ട്. ദിസ് ഇസ് മൈ ഗൈഡ്. ഓരോ ട്രക്കിൻ്റെ കൂടിയും ഓരോ നായ്ക്കളുണ്ടാവും. ഇത് നമ്മുടെ നായാണ്, അവരുടെ നായ. ഇപ്പോൾ 2 നായ്ക്കളായി.
ഇപ്പോൾ എല്ലാം ഒരുമിച്ച് നടക്കുന്നത്. എൻ്റെ പഴയ ടീമും എൻ്റെ പുതിയ ടീമും എല്ലാം കൂടി നമ്മൾ ഒരുമിച്ചിട്ട് നടന്നു പോന്ന. അപ്പോൾ നമ്മൾ ഈ മുന്നിൽ കാണുന്ന ഈ റെഡ് ടീഷർട്ടാണ് രാജു, നമ്മുടെ ഗൈഡ്. അപ്പം ഞാനും അദ്ദേഹമാണ് ഒരുമിച്ചിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ളവർ കുറച്ച് ബാക്കോട്ടുള്ളത്. നമ്മളിങ്ങനെ നടന്ന് നമ്മൾ കഷ്ടപ്പെട്ട് നടന്നു പോകുമ്പോൾ നമ്മൾ ഗൈഡ് എന്ത് സുഖമായിട്ട് നടന്നു പോകുന്നുണ്ട്. അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് പോയിട്ടുള്ളത്. ഞാനിപ്പം വീഡിയോ എടുക്കേണ്ടിയിട്ട് കുറച്ച് പുറകോട്ടേക്ക് മാറിയിട്ടുള്ളത്, 2 പേരെയും കിട്ടാൻ വേണ്ടിയിട്ട്. ഓൾമോസ്റ്റ് ഇപ്പോൾ 2 കിലോമീറ്റേഴ്സ് കഴിഞ്ഞുണ്ട്. 2 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അവിടെ നേരെ റോഡില്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫുള്ള് ക്യാറ്റാ. എൻ്റെ ബാഗിൻ്റെ ഭാരം ഏകദേശം ഒരു 7 കിലോന് മുകളിൽ എന്തായാലും ഉണ്ടാവും. ഈ ഒരു 7 കിലോ വെച്ചാണ് ഞാൻ നടന്നു പോകുന്നത്. എനിക്കറിയാം ഇതിനേക്കാളും വലിയ വെയിറ്റൊക്കെ എടുത്ത് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. 10 കിലോ 15 കിലോ ഒക്കെ എടുത്ത് പോകുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. എന്നാലും എൻ്റെ കുറേ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഡെറാഡുള്ളത്. അയ്യോ തളർന്ന് പണിയായി. കാല് വരുന്നില്ല, പക്ഷേ ഈ ഹൈറ്റ് കൂടുമ്പോഴുള്ള ബ്രീത്തിങ് പ്രോബ്ലം, അതാണ് പ്രശ്നം. നല്ല വഴിയൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടാ. നടന്ന് കയറണ്ടേ മുകളിലേക്ക്. നല്ലൊരു വ്യൂ കാണിച്ചാൽ ഇപ്പോൾ കിട്ടില്ല പോലത്തെ ഒരു വ്യൂ വരുന്നുണ്ട്. ഓക്കെ കണ്ടോ, വാ നൈസ് വ്യൂ റൈ. ഇതിലൊരു നായ് നമ്മളെയാ, മറ്റേ നായ് മറ്റേ ട്രക്കിംഗ് ടീമിൻ്റെ. ഇതിൽ ഇതുവരെ നല്ലൊരു മ്യൂസിക്കൊക്കെ കേൾക്കുന്നുണ്ട്. ഒരു ചെറിയ വെള്ളമൊരു ചെറിയ തോടുണ്ട് കേട്ടോ. ഒരു നായ്ക്കും വെള്ളം കുടിക്കണം. കം നമ്മളെ ചിത്രം പറഞ്ഞ പോലെ സുഹൃത്തുക്കളെ അതിമനോഹരമായൊരു സ്ഥലം കാണിച്ചിട്ട് നിങ്ങൾക്ക് എന്ന് പറഞ്ഞ പോലെ നമ്മളെ പുറകിലും ബാക്കിലൊക്കെ ആയിട്ട് ചെറിയ ചെറിയ പൈൻ മരങ്ങളും ആപ്പിൾ മരങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു വ്യൂ ശരിക്ക് നമ്മൾ കണ്ണുകൊണ്ട് കാണണം. ചിത്രം പറഞ്ഞ പോലെ സുഹൃത്തുക്കളെ ഇതാണ് സ്വർഗം എന്ന് പറഞ്ഞ പോലെയാണ്. അതിമനോഹരമായ സ്ഥലമാണിത്. ഇവിടെയുള്ള വ്യൂ ശരിക്കും ഇത്ര കാലം ജീവിച്ചിട്ട് ഈ യാത്ര പോയപ്പോഴാണ് മനസ്സിലായത് എന്തിനാണ് ഇത്ര കാലം ജീവിച്ചത് എന്നുള്ളത് മനസ്സിലായത്. കുറേ ടീം ഞാനിപ്പോൾ ഏറ്റവും മുകളിലുള്ളത്. അപ്പോൾ ബാക്കിയുള്ള ടീമിലും വന്നുകൊണ്ടിരിക്കുക. ഒരു ടീപ്പാനുണ്ട് എല്ലാ സ്ഥലത്തും. ഓരോ 500 മീറ്റേഴ്സ് 1 കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു ടീപ്പാനുണ്ടാവും. ഇതിപ്പോൾ വിൻ്റർ സീസൺ ആയി കഴിഞ്ഞാൽ വിൻ്റർ സീസണാണ്. ഇപ്പോൾ സ്നോളിന് പോകുന്ന സമയമെങ്കിൽ ഫുള്ളിവിടെ സ്നോ ആയിരിക്കും. ഫുള്ള് മഞ്ഞ് വീണിട്ട് ഫുള്ള് ഇതൊക്കെ കാണേണ്ടിയായിരിക്കും. ഞാൻ കണ്ടിട്ടില്ല, ആൾക്കാർ പറഞ്ഞു കേട്ടതാണ്. ടീ പോയിന്റ്. സുഹൃത്തുക്കളെ ഇവിടുന്നാണ് അദ്ദേഹത്തെ നമ്മൾ കണ്ടുമുട്ടുന്നത്. നമ്മുടെ ടീമിലെ 2 പേര് ചൈതന്യയും പ്രേംബായും മ്യൂസിക് ടീച്ചേഴ്സാണ്. അപ്പോൾ ഇവിടുന്ന് ഇദ്ദേഹത്തെ കണ്ടുമുട്ടിയപ്പോൾ അവരായിട്ട് ഒരു കൊളാബ് ചെയ്ത്. ചൈതന്യയും പിന്നെ പ്രേംബായും കൂടിയിട്ട് അയാളും കൂടിയിട്ട് നല്ല ഒരു ശരിയായൊരു മ്യൂസിക് ലോകത്തിലേക്ക് അവിടെ മാറി. ആ ഒരു പ്രകൃതിയും മ്യൂസിക്കും എല്ലാം കൂടി ചേർന്ന് വേറെ വൈബിലേക്ക് പോയി. പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു നല്ലൊരു പാട്ടും പാടി. ഒരു പാട്ട് കച്ചേരിയെല്ലാം കഴിഞ്ഞ് അടിപൊളിയായിരുന്നു. ഭയങ്കര വ്യൂ ആണ് ഇവിടെ. നമ്മൾ കൊണ്ടുവന്ന നായ്ക്കളത് അവിടെ 2 സൈഡായി. നമ്മുടെ ബാഗൊക്കെ ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടുന്ന് വിടുന്ന. ഓക്കെ, ഇനി അടുത്ത ഡെസ്റ്റിനേഷനിൽ പോയിട്ട് അടുത്ത വീഡിയോ എടുക്കാം. So let's go. Let's go, man. Let's go.
അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ എൻ്റെ ടീം പുറപ്പെട്ട് കഴിഞ്ഞ് നമ്മളിപ്പോൾ 4 പേരാണല്ലേ, ബാക്കിയൊരു 5 പേര് ബാഗ് നടന്നു വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഇഷ്ടംപോലെ മങ്കിസൊക്കെ ഉണ്ട്. വ്യൂ കണ്ട, ഇവിടെ വ്യൂ. ഇതാണ് മെയിൻ ടാസ്ക്. ഓരോ സ്ഥലത്തെത്തുമ്പോൾ നല്ല നല്ല വ്യൂ പോയിൻ്റിൽ എത്തിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വീഡിയോ എടുക്കണം, അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഒന്നാമത് എനിക്ക് ലാംഗ്വേജ് ഇല്ല, ഹിന്ദി ഒട്ടും എനിക്കറിയില്ല. എൻ്റെ കൂടെയുള്ളവരെല്ലാം ഹിന്ദിക്കാരാണ്. ഒട്ടും ഹിന്ദി അറിയാണ്ട് ഞാൻ ഈ യാത്ര ഫുള്ള് കംപ്ലീറ്റ് ചെയ്തത്. ഈ ലോകം ചുറ്റി ലോകം കീഴടക്കാൻ ഭാഷേൻ്റെ ആവശ്യമില്ല. എനിക്ക് ലാംഗ്വേജ് ഇല്ല, ഹിന്ദി ഒട്ടും അറിയാണ്ടാണ് ഞാൻ ഇവരുടെ കൂടെ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് പോയി വന്ന് എൻജോയ് ചെയ്ത് വന്നത്. തളർന്നു പോയി എന്നാലും കുഴപ്പമില്ല. ഇത് കയറണം, മുട്ടക്കുന്ന കയറി വരുന്നത്. സോ മെല്ലെ തിന്നാൽ മുള്ളും തിന്നാന്ന് പറഞ്ഞ പോലെ മെല്ലെ മെല്ലെ നടന്നാൽ നമുക്ക് ഫുള്ളായിട്ട് കയറാം. ഓക്കെ, വ്യൂ ഉണ്ടോ? യാത്രയിൽ വ്ളോഗ് ചെയ്ത് മുന്നോട്ട് പോകാൻ ഭയങ്കര കഷ്ടപ്പെടാം. വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം, വ്ളോഗ് ചെയ്യണം എന്ന് വെച്ചാൽ ഭയങ്കര കഷ്ടപ്പെടാം. പക്ഷെ എൻ്റെ കൂടെയുള്ളവർ എന്നെ പരമാവധി എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലാംഗ്വേജ് ഇല്ലാണ്ട് തന്നെ അവരെ കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടെല്ലാം. പക്ഷെ അവരെന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇവനാണ് അഭിജിത്ത്. എൻ്റെ വീഡിയോയിൽ എൻ്റെ സിംഗിൾ ഷോട്ട് വീഡിയോസ് എല്ലാം മുഴുവൻ എടുത്തുന്നത് ഇവനാണ്. ഫ്രണ്ട്സ്, കിട്ടലാൻ പോലത്തെ റിവ്യൂ കാണിച്ചു തരാം. കിട്ടലെന്ന് പറഞ്ഞാൽ കിട്ടലം കണ്ടോ, അമേസിങ് വ്യൂ. നമ്മളെ മലയുടെ ഏറ്റവും താഴെ നിന്നാണ് പറഞ്ഞത് നടന്നു വന്നേ. മലയുടെ ഏറ്റവും താഴെ കയറി 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 ഇങ്ങെത്തിയപ്പോൾ ഫ്രണ്ട്സ് ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ ടെൻറ്റിൻ്റെ അടുത്ത് ഇവിടെ ഇതിൻ്റെ ഒരു 400 മീറ്റേഴ്സ് 500 മാക്സിമം ഉണ്ടാവും. ഇല്ല, ഒരു 800 മീറ്റേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ ടെൻറ്റെത്തി. ഓൾമോസ്റ്റ് എത്തി. ഇതാണ് വ്യൂ, ഇതാണ് ഫസ്റ്റത്തെ നമ്മളെ ഡെസ്റ്റിനേഷൻ. നമ്മൾ ടെൻറ്റൊക്കെ എവിടെയാണുള്ളത്. ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ വിടും. ഇപ്പോൾ സ്നോ ഒക്കെ ഇവിടുന്ന സമയമെങ്കിൽ, മഞ്ഞൊക്കെ വരുന്ന സമയമെങ്കിൽ ഇവിടെയൊക്കെ ഫുള്ള് മഞ്ഞായിരിക്കും. നമുക്ക് മഞ്ഞ് കിട്ടിയില്ല, പിന്നെ അറിയില്ല ഇനി മുകളിൽ നെക്സ്റ്റ് ടുമോറോ എങ്ങനെയാണെന്ന് അറിയില്ല. നാളത്തെ നോക്കാം, ചിലപ്പോൾ ഭാഗ്യമായിട്ട് കിട്ടും. ലാസ്റ്റ് പോയ ടീമിനൊന്നും മഞ്ഞ് കിട്ടിയില്ല. കുറച്ചുകൂടി ഇപ്പോൾ നവംബർ ലാസ്റ്റ് വരണം, അല്ലെങ്കിൽ നവംബർ ഡിസംബർ ആ സമയത്ത് വന്നാൽ ഓൾമോസ്റ്റ് എല്ലാ ഡേയ്സും ഉണ്ടാവും, മഞ്ഞുണ്ടാവും. ഇപ്പോൾ ആരില്ല കൂടെ, ഇപ്പോൾ തനിച്ചായി. എല്ലാവരും പോയി, കുറേ ആൾ മുന്നോട്ട് പോയി, കുറേ ആൾ ബാക്കിലുണ്ട്. ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് മെല്ലെ നടക്കാമെന്ന് വെച്ചു. ഇവിടെ തന്നെ ഉണ്ട്. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഓൾമോസ്റ്റ് എത്തി. നമ്മൾ ടെൻറ്റൊക്കെ അവിടെ അടിച്ചാൽ കാണുന്നുണ്ട് ലോങ് നൈറ്റ്. വാവ്, വ്യൂ നോക്കിയേ. വ്യൂ കാണിച്ചു തരാം, ക്ലിയർ ആയില്ല. യെസ്, നൈസ് വ്യൂ. ടെൻറ്റിൻ്റെ അടുത്ത് ഏകദേശം ടെൻറ്റ് കാണാം, കുറേ ടെൻറ്റ്. ഇതിലേത് നമ്മൾ ടെൻറ്റ് എന്നറിയില്ല. ഞാൻ അടുത്തിട്ട് പേര് വിളിച്ചോക്കണം, പുറത്താരും കാണുന്നില്ല.
വഴിമാറിപ്പോയി. ഇപ്പുറത്തെ കുറച്ച് ടാസ്ക്കായ വഴികളാണ്, നല്ല വഴിയും വെച്ചിട്ട്. യെസ്, ഇവിടെ ഒരുപാട് ടെൻ്റ് ഉണ്ട്. ഇതിലേതാ എൻ്റെ ടെൻ്റ് എന്നറിയില്ല. എനിക്കൊന്നും അത് കാണുന്ന അങ്ങനെ ദൂരമില്ല തോന്നുന്നു. ലാസ്റ്റത്തെ തോന്നുന്നു നമ്മുടെ ഗൈഡ് ഉണ്ട് അവിടെ. ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നു. ഓക്കെ, ഇവിടെ മലയാളീസ് ഉണ്ടോ നോക്കിയപ്പോൾ പച്ചത്തിൽ സാധനം കയ്യിലുണ്ടോ നോക്കല്ലേ. മലയാളീസ് അങ്ങനെയല്ല കണ്ടുപിടിക്കുക, സാധനം കയ്യിലുണ്ടോ ഉണ്ട് എന്ന് പറയും. സോ ഇവിടെ ഫുൾ ഹിന്ദിക്കാരാണ്. അപ്പോൾ എന്നാ ചോദിക്കേണ്ടത് എനിക്കറിയില്ല. ഓക്കെ, യെസ്, ദിസ് ഇസ് മൈ ടെൻറ്റ്. ഇതാണ് ടെൻറ്റ്. Yes. So guys, are you here? Yes man, come. Hi. Hello. Fine. Yes. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ടെൻറ്റിനുള്ള കാഴ്ചകൾ കാണാം. ഇവിടെ 3 പേര് ഇരിക്കുന്നുണ്ട്. യോഗേഷ്, അഭിനവ്, ദീപക്, ഇവർ 3 പേരാണ്. നേരത്തെ തന്നെ അഭിനവിൻ്റെ പേര് മാറിപ്പോയി പറഞ്ഞത്, അഭിജിത്ത് എന്നായിപ്പോയിട്ടുണ്ട്, അഭിനവ് എന്നാണ്. അപ്പോൾ ഇനി നമുക്ക് ടെൻറ്റിലുള്ള കാഴ്ചകൾ കാണാം. ഇതിനുള്ളിൽ നമ്മൾ സ്ലീപ്പിംഗ് ബാഗും കാര്യങ്ങളൊക്കെ ഇതിനുള്ളിൽ തന്നെ ഉണ്ട്. അങ്ങനെ ടെൻറ്റിനുള്ളിൽ നിന്ന് പുറത്ത് വന്ന് ചെറിയൊരു അരുവി പോലത്തെ സ്ഥലമുണ്ട്, അവിടെ പോയി ഒന്ന് ഫ്രഷാകാൻ വിചാരിച്ചത്. മുകളിൽ നിന്ന് കഴുകി ഒന്ന് സെറ്റാവാന്ന് വിചാരിച്ചിട്ട് പുറത്ത് ചെയ്യണം. അവർക്ക് നേരത്തെ എന്നെക്കാട് നേരത്തെ എത്തിയോണ്ട് അവർ മുകളിലും കഴുകി നേരത്തെ സെറ്റായി തന്നെ അവിടെ. അപ്പോൾ ലഞ്ച് സെറ്റായിട്ടുണ്ട്. ലഞ്ച് കഴിക്കട്ടെ പറ്റും. നല്ല കയ്യെല്ലാം മരവിച്ചു പോയി. നല്ല ഭയങ്കര തണുത്ത വെള്ളം. ഓക്കെ, ഇതാണ് ഇന്നത്തെ ലഞ്ച്. ചോറും പരിപ്പ് കറിയും പപ്പടവും അച്ചാറും. നല്ല ചൂട് ചോറ്, ഈ തണുപ്പത്ത് നല്ല ചൂട് പരിപ്പ് കറിയും ചോറും. വേറെ എന്താ വേണ്ടല്ലേ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഫൈനലി ഗൈസ്, അപ്പോൾ ഞാൻ മലയാളിനെ കണ്ടുപിട്ടി. എന്നോ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ടിങ്. അങ്ങനെ മലയാളിനെ കണ്ടെത്തി. മലയാളികളുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ ഫുൾ ടീം ഉണ്ട്. കോഴിക്കോട് ടൗണിലുള്ള ഒരു 10-12 ടീം ഉണ്ട് അവിടെ. ഉണ്ടല്ലേ? ഇന്ന് അവിടെ വിസിക്കാൻ ഉണ്ട്. നാളെ രാവിലെ ഇവിടെ ഒരു 2:30 ടൂലടിക്ക് സബ്മിറ്റ് ചെയ്യാം. വരുന്നു ഹസൻ. ഹസൻ എന്താ ചെയ്യുന്നത്? ഞാൻ ദുബായ്, ഇപ്പം ബഹ്റൈനിലാണ്. ബഹ്റിനോ? ഞാൻ അബുദാബിയാണ്. അബുദാബി ഷിപ്പ്യാർഡിലല്ലേ? അബുദാബി, ദുബായ്, അങ്ങനെ. ഓക്കെ. എങ്ങനെയാണ് എക്സ്പീരിയൻസ്? എങ്ങനെയാണ് അവിടെ പോയിട്ട്? എക്സ്പീരിയൻസ് ടു മച്ച് എഫേർട്ട്, ബട്ട് ഫൈനലി നമ്മൾ വന്നതിന്റെ അത് കാണണോ എന്നാന്നുള്ളത് അല്ലേ? ഫ്രം തമിഴ്നാടു. മച്ച. ഹായ്. Your name? Karthikeyan. Karthi. Karthik. How was the experience? It was great. Not quite. Moderate. You missed like a snow falling, right? Yes. But it is our first truck, no? This is enough for us. Maybe next This time. is the first time, right? The trekking? Okay. What about you? This is the first time? And first Kedarnath ആയിരുന്നു. 2022. ഇത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഈ കയറി വരിക എന്നുള്ളത് തന്നെ ഭയങ്കര ഒരു ഇതാണ്. ഇയാള് വ്ളോഗ് തുടങ്ങി. ഫസ്റ്റ് വ്ളോഗ് കേദാർനാഥ് ട്രെക്കിംഗ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ടെൻറ്റിനുള്ളിൽ ഒടുക്കത്തെ തണുപ്പ്, അതിനുള്ളിൽ നിൽക്കാൻ പറ്റില്ല. പുറത്ത് നല്ല സൂര്യനുണ്ട്. അപ്പോൾ ചൂടിനെ കുറിച്ച് സൺബാത്ത് ചെയ്യാൻ വെച്ചത്. സ്ഥലത്ത് പോകാൻ കഴിയില്ല, നല്ല തണുപ്പ്. ഇപ്പോൾ കുറച്ച് മലയാളീസിനെ കണ്ടപ്പോൾ അവർ പറഞ്ഞു മുകളിലേക്ക് പോയിട്ട് നല്ല തണുപ്പാണ്, പൊട്ടുമെന്ന് പറഞ്ഞത്. ഗ്ലൗസ് എന്ന് പറയാൻ നടക്കാൻ പറ്റില്ല, ഗ്ലൗസ് വേണം. ഒരു മുട്ട കുന്നിൻ്റെ മുകളിൽ കയറ്റുള്ള വലിയൊരു പാറ. ഇവിടെ ടെൻ്റൊക്കെ വരുന്നത് അങ്ങ് ആ ഭാഗത്താണ്. ഇതാ ടെൻ്റ് വരുന്നത്. 5 മണിയായി. നമ്മളിവിടെ നിന്ന് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് എവിടെയും പോകുന്നില്ല, ഇവിടെ തന്നെ. മലയാളി ഗൈസ് ഉണ്ട്, തമിഴ് മക്കൾ അവിടെ ഉണ്ട്. ഇവിടെ നമ്മൾ ടീമുണ്ട് 3 പേര്. അവിടെ കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെ ഫുൾ ടൈം ആൾക്കാരാണ്.
പിന്നെ ഫുൾ സ്റ്റേ നല്ല ഇപ്പം തന്നെ നല്ല തണുപ്പടിച്ച് അപ്പോൾ കയ്യിൽ ഫ്രീസാകാൻ തുടങ്ങി. അപ്പോൾ ഗ്ലൗസ് ഇല്ലാതെ നടക്കില്ല, ഫ്രീസായിട്ട്. സോ ബ്ലഫിങ് കളിക്കാം, ഷീറ്റ് കളിക്കാം. അങ്ങനെ കേദാർനാഥ് എന്ന ട്രെക്കിങ്ങിൻ്റെ 1ാം ദിനം വിജയകരമായി പൂർത്തിയായി. അങ്ങനെ രാത്രി ഉറങ്ങാൻ പോവാണ്. രാവിലെ കാണാം. ബൈ.